പറയുടെ കാലം. നാടിൻ നെഞ്ചിൽ നഞ്ചു കലക്കും വഞ്ചകർ വാഴും കാലം. നാടിൻ നെഞ്ചിൽ നഞ്ചു കലക്കും വഞ്ചകർ വാഴും കാലം. കലികാലം, ഇത് കലികാലം. കുക്കിന് കൊള്ളാൻ ചക്കിന് വെക്കും ബിരുദന്മാരുടെ കാലം. കാര്യം കാണാൻ കഴുതക്കാലിൽ കമിഴ്ന്നു വീഴും കാലം. കുക്കിന് കൊള്ളാൻ ചക്കിന് വെക്കും ബിരുദന്മാരുടെ കാലം. കാര്യം കാണാൻ കഴുതക്കാലിൽ കമിഴ്ന്നു വീഴും കാലം. കലികാലം, ഇത് കലികാലം. ചിരിക്കുപിറകിൽ മൂർച്ചക്കത്തികൾ ഒളിച്ചു വെക്കും കാലം. ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കും ചാപ്പന്മാരുടെ കാലം. ചിരിക്കുപിറകിൽ മൂർച്ചക്കത്തികൾ ഒളിച്ചു വെക്കും കാലം. ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കും ചാപ്പന്മാരുടെ കാലം. കലികാലം, ഇത് കലികാലം. കലികാലം, ഇത് കലികാലം. Una gisangolo, amaya wingelo, bibia ungo ya yangela wangelo. Una gisangolo, amaya wingelo, bibia ungo ya yangela wawa. Una gisangolo, amaya wingelo, bibia ungo ya yangela wawa. അച്ചൻകുന്ന് നിവാസികൾ ഇന്ന് ഭീകര അന്തരീക്ഷത്തിലാണ്. കാടിറങ്ങി വന്നിരിക്കുന്ന പുലികൾ ഗ്രാമവാസികളെ മുഴുവൻ പരിഭ്രാന്തി പരത്തുകയാണ്. പുലിയെ കെണിയിൽ വീഴ്ത്താൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ശ്രമം തുടരുകയാണ്. എങ്കിലും പുലിയെ പിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് അച്ചൻകുന്നിലെ ഗ്രാമവാസികൾ. ആടുകളെയും കന്നുകാലികളെയും പുലി പിടിച്ച് കൊന്നതായും സംശയിക്കുന്നു. നിങ്ങൾ ആ പത്രം മടക്കാ ചന്തൂക്ക സംശയിക്കുന്നു പോലും. ശ്രീധരന്റെ 2 ആടിനെ ഇന്നലെ പുലി പിടിച്ചത്. സന്ധ്യ കഴിഞ്ഞപ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ പേടിയാണ്. എന്തേ ഈ പുലിക്ക് മനുഷ്യനേതാ മൃഗമേതാ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാണ്ട്. എന്നാലും നമുക്കൊരു സംശയം, ഈ മൃഗങ്ങള് മനുഷ്യന്മാരെ വെറുതെ ഉപദ്രവിക്കൂലെന്നല്ലേ പറയുന്നത്? അതൊക്കെ പണ്ടല്ലേ എന്തൂക്ക. ഇപ്പൊ കാലം മാറിയില്ലേ. പുലിക്ക് ബുദ്ധിയും വിവരൊക്കെ വന്നു. അത് കെണി പഠിച്ചിട്ടുണ്ടാവൂലേ. ഞാനിതുവരെ പുലിയെ നേരിട്ട് കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിലേ ഒന്ന് മൊബൈൽ പകർത്തായിരുന്നു. ഇതിനിടെ ഒരുത്തൻ പുലിനെ മൊബൈലിൽ പകർത്താൻ ശ്രമിക്കുമ്പോ താഴെ വീണപ്പോ പുലിയോനെ പിടിച്ചുകൊണ്ട് പോയത് മെമ്പർ മൊബൈലിൽ കണ്ടിട്ടാ. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ടും മെമ്പറെ ഞാൻ അറിഞ്ഞില്ലല്ലോ. ഏടോ, ഈ കാടും കുന്നുകളും മെഞ്ചമാര് ഇടിച്ച് നിർത്തിയപ്പോ ഈ മൃഗങ്ങളെല്ലാം എവിടെ പോവാന്നത്? ആയിട്ടിങ്ങൾക്കും വിശക്കുന്നുണ്ടാവില്ലേ? മനുഷ്യന്മാര് ചോദിച്ചു നിൽക്കും, മൃഗങ്ങൾക്ക് മിണ്ടാൻ പറ്റുമോ? ഈ പോക്ക് പോയാലേ പുലിയെന്നല്ല ഒരു മൃഗത്തെയും കളി കാണാൻ കിട്ടൂല. ഇത് പറയുമ്പോ ഞമ്മക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഒരു 5-6 ദിവസമായിട്ട് കാണും ഞമ്മളെ പറമ്പിലെ ഇളനീരെല്ലാം തോർന്ന് താഴെ കിടക്കുന്നു. അത് വല്ല എലിയോ തൊരപ്പനോ മറ്റായിരിക്കും. അങ്ങനെ തന്നെ ഞമ്മീ കരുതിരി. സൂക്ഷിച്ച് നോക്കിയപ്പോ അല്ലേ തെങ്ങിന്റെ മുകളിൽ ഇരുന്നിട്ട് ഒരുത്തൻ ഇളനീര് തുറന്നു നിന്നു. അതല്ലേ ഞാൻ പറഞ്ഞത് എലിയാണെന്ന്. അതൊന്നും അല്ലടാ, ഇത് നിന്റെ ജന്മം കൊരങ്ങൻ. നമ്മളെല്ലാം പരിണാമം സംഭവിച്ചിട്ടു ഇതിന്റെ കാര്യത്തിൽ ഒരു മാറ്റം വന്നിട്ടല്ല. അത് ഓർക്കുമ്പോ ഞമ്മക്ക് സങ്കടം. പ്രായമൊന്നും ഞാൻ നോക്കൂല. ഞാനൊരു മെമ്പറാണെന്ന കാര്യം മറക്കരുത്. അതോർത്താ നിങ്ങക്ക് നല്ലത്. തെറ്റിയാല് ഞാൻ ഇടഞ്ഞ കൊമ്പനാ, ഇടഞ്ഞ കൊമ്പൻ. ചൂടാവാതെ മെമ്പറെ, നമ്മളൊക്കെ നാളെയും കാണേണ്ടവരല്ലേ. എന്റെ ഉള്ളില് ഉറങ്ങിക്കിടക്കുന്നൊരു രാജവെമ്പാലി ഉണ്ട്. നിങ്ങളായിട്ട് അതിനെ ഉണർത്തല്ലേ? ഞങ്ങളായിട്ട് അതിനെ ഓർത്തുന്നില്ല. തണുക്ക് മെമ്പറെ, തണുക്ക്. സുധാകര, നീ പറഞ്ഞത് കൊണ്ട് മാത്രം ഇന്നത്തേക്ക് ഞാൻ പത്തി മടക്കുന്നു. അതെന്താ മെമ്പറെ ഈ സുധാകരൻ പറഞ്ഞോണ്ട് മാത്രം? അപ്പൊ ഞമ്മളൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ല അല്ലേ?
വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, ഞാൻ ഓനോട് 1000 രൂപ കടം വാങ്ങിനി. അത് തിരിച്ചു ചോദിച്ചാലേ കൊടുക്കാൻ കാശില്ല. പിന്നെ ഇതാരോട് പാട് നടക്കണ്ട കേട്ടോ. ഇല്ലപ്പോ നമ്മൾ ഈ പുലിയുടെ കാര്യം പറഞ്ഞു കാട് കയറി. പുലി കാട് കയറിയാ പിന്നെന്ത് പ്രശ്നം? നമുക്ക് പിരിഞ്ഞു പോവാം. ഓ എന്റെ മെമ്പറെ, പുലി കാട് കയറിയിട്ടൊന്നുമില്ല, നമ്മുടെ സംസാരം കാട് കയറിയെന്നാ ഇപ്പൊ പറഞ്ഞത്. അല്ല മെമ്പറെ, ഫോറസ്റ്റുകാരൻ നമ്മളും പരാജയപ്പെട്ട സ്ഥിതിക്ക് എന്റെ ചെറിയ ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. പഠിച്ചോനെ, നിനക്കും ചെറിയ ബുദ്ധിയാ, എന്നാലും നീ പറ. അല്ല, പുലിയെ പിടിക്കാൻ പുറത്തുനിന്ന് നമുക്കൊരാളെ കൊണ്ടുവന്നാലോ? അത് നല്ല ഐഡിയ. അങ്ങനെ ഒരു സിനിമ ഉണ്ടല്ലോ, മമ്മൂട്ടി തോക്കും നായൊക്കെ ആയിട്ട് പുലിനെ പിടിക്കാൻ വരുന്ന ഒരു സിനിമ. എന്താ സിനിമയുടെ പേര്? സിനിമ എന്തെങ്കിലും ആവട്ടോ. എന്നാലും ഇവൻ പറഞ്ഞതിൽ ഒരു കാര്യമില്ല മെമ്പറെ. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതിനൊക്കെ ഒരുപാട് ചെലവ് വരും. മാത്രമല്ല എന്റെ കയ്യിലാണെങ്കിൽ ഒരു ഉറപ്പില്ല. അതിന് മെമ്പർ പണം എടുക്കണ്ട, നമുക്ക് ഓരോ വീട്ടിലും പോയിട്ട് പിരിക്കാം. മലയാളത്തിൽ പറഞ്ഞ തെണ്ടല്, അത് പിന്നെ നമ്മളെ കൂടപ്പിറപ്പാണല്ലോ. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ആരും പണം തരാതിരിക്കില്ല. നമ്മുടെ ആവശ്യമല്ലേ ഇത്? എടോ, അതിന് ഇവിടെ ആരും പുലിയെ കണ്ടിട്ടുണ്ടാ? അതെന്ത് ചോദ്യം? ഈ രാമായണം മുഴുവനും വായിച്ചിട്ടും രാമനും സീതയും തമ്മിലുള്ള ബന്ധം മെമ്പർക്ക് തിരിയാണ്ടായ? ഏടോ, നമ്മൾ ആ കേക്കയില് ദീപ ടീച്ചറില്ലേ, ഓളെ വീടല്ലേ ഇപ്പൊ പൊളിച്ചിട്ടല്ലേ ഇല്ലേന്ന്. ഓൾ ഈനടി കുളിക്കുമ്പോ പുറത്തുനിന്നൊരനക്കം. ടീച്ചർ ടോർച്ചടിച്ച് നോക്കിയപ്പോ ആ വായിന്ന് പുലി. ഈന്റെ ഇടയിൽ ഒരു ദിവസം ഒരു 10-11 മണിയായി കാണും. ഞമ്മളെ പീടിയും പൂട്ടി ഞമ്മ പോകുമ്പോ നമ്മളെ തെക്കിലെ കൃഷ്ണന്റെ പുരയിടക്ക് എത്തുമ്പോ ഒരനക്കം. ഞമ്മള് പേടിച്ചു. ടോർച്ചടിച്ച് നോക്കിയപ്പോ ആ വായിന്ന് പുലി. അതിന് നിങ്ങ പുലി അടുത്തിന്റെ കണ്ടിനാ? അല്ല, പുലിയാണെന്ന് എന്താ ഉറപ്പ്? അല്ല, പുലിയെ അടുത്തുനിന്ന് കണ്ടിട്ടാ, അതിന്റെ ഓട്ടവും മറ്റും കണ്ടപ്പോ ഞാൻ വിചാരിച്ചു പുലിയാന്ന്. പോരാത്തതിന് നായും കുരക്കുന്നുണ്ടായിനി. എന്റെ വീട്ടിലെ നായും എന്നെ കാണുമ്പോ കുരക്കാറുണ്ട്. എന്ത് വിചാരിച്ച് ഞാൻ പുലിയാ? ഉത്തരം പറ. ഹലോ. ഓ അതെ 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 അതെ, അത് തന്നെയാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ വാർഡിൽ തന്നെ പ്രശ്നം. ശരി, ഇന്ന് തന്നെ പോവാ. ആ സ്ഥലമൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കൊള്ളാം. നിങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞാ മതി. ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. ആരാ മെമ്പറെ ഫോണില്? MLA ഭയങ്കര ചൂടിലാണ്. നിങ്ങൾ പറഞ്ഞ അതേ അഭിപ്രായമാണ് MLAക്കും, പുലിപിടുത്തക്കാരനെ കൊണ്ടുവരാൻ. ഈ പുലിപിടുത്തക്കാരൻ ഇപ്പൊ എവിടെ പോയി തപ്പും നമ്മൾ? അതൊക്കെ MLA പറഞ്ഞിരുന്നു. നിങ്ങൾ എന്റെ കൂടെ വന്നാ മതി. ഇപ്പൊ തന്നെ പുറപ്പെടണം. വാ. ഇതാണ് വീട്. വിളിച്ചു നോക്കാം. പുലിപിടുത്തക്കാരാ, പുലിപിടുത്തക്കാരാ. എന്റെ മെമ്പറെ, ആ വാതിലൊന്ന് മുട്ടി നോക്ക്. അത് ശരിയാണല്ല. ഈ ബുദ്ധി എന്താ എനിക്ക് നേരത്തെ പോയില്ല? അല്ല, അത് ഉണ്ടായിട്ട് വേണ്ടേ? രവി, ഒന്നിക്ക് ഇയാളോട് മിണ്ടാണ്ടിക്കാൻ പറ, അല്ലെങ്കിൽ വീട്ടിൽ പോകാൻ പറ. തുടങ്ങി രണ്ടും കൂടാ. അന്തൂക്ക, നിങ്ങളൊന്നും മിണ്ടാടുന്നേ. മെമ്പറെ, നിങ്ങളെന്നെ വാതിലൊന്ന് മുട്ടി നോക്കിയേ. ഇവിടെ ആരില്ലെന്ന് തോന്നുന്നു. നമുക്ക് പോവാം. ആരാ? എന്ത് വേണം? സംഭാവന ആണെങ്കിൽ അസോസിയേഷൻ മുഖേന മാത്രം. നമ്മളെ MLA പറഞ്ഞു വരുന്നതാ. ഓ, വിളിച്ചിരുന്നു.
അല്ല, എന്താ ഈ പുലിമുട്ടക്കാരന്റെ പേര്? അല്ല, ഈ മൃഗയിലെ വാറുകളിലൂടെ ആരായിട്ട് വരും? അല്ല, ഇതെന്താ കുടിക്കുന്നത്? ജ്യൂസാ? മോട്ടനാടിന്റെ ചങ്കിലെ ചോരയാ. അല്ല, തോക്കുന്നായൊന്നുമില്ലേ? അങ്ങനെയാണല്ലോ പതിവ്. തോക്കുണ്ട്, എടുക്കണ? വേണ്ട വേണ്ട. ഇതാണ് എന്റെ മെനു. എന്ത് പറ്റി? മെനു വായിച്ചതേ ഓർമ്മയില്ലു. അല്ല, നിങ്ങൾ പാരമ്പര്യമായിട്ട് പുലിപിടുത്തക്കാരാ? നാട്ടുകാരോട് ഗതികേട്. എന്റെ മെമ്പറെ, മെനു ഒക്കെ നമുക്ക് ശരിയാക്കാം. അല്ല, നിങ്ങൾ എപ്പോ വരും? ഞാൻ ഏറ്റു. നമ്മളിപ്പോ പോവാ. പച്ചെങ്കില് നിങ്ങൾ നാളെ കാലത്ത് തന്നെ അവിടെ എത്തണം. എത്തിയ മാത്രം പോരാ, ആ പുലിനെ പിടിച്ച് കെട്ട എന്നെ വേണം. അല്ലടോ, ഈ പുലിമുട്ടക്കാരൻ വന്നിട്ട് ഇന്നേക്ക് ഒരാഴ്ച ആയില്ലേ? നമ്മളെ കായെല്ലാം വെള്ളത്തിലാവുക. അങ്ങനെയൊന്നും ആവാൻ സാധ്യതയില്ല. അയാൾ ഒരുപാട് പുലികളെ പിടിച്ചിട്ടുണ്ടെന്നാ കേട്ടത്. അതല്ല ശരി തന്നെ. പച്ചെങ്കി ഓന്റെ മെനു ആണ് സഹിക്കാൻ പറ്റാത്തത്. പുലിയോട് പോരടിക്കാനുള്ളതല്ലേ, അതിന് നല്ല ആരോഗ്യം വേണം, നല്ല ഭക്ഷണവും. എന്നെ വിളിച്ച് അയാൾ പറയാ ഒരു പാക്ക് സിഗരറ്റും ഒരു കുപ്പി റമ്മും വാങ്ങാൻ. ഞാനെവിടെ പോയി വാങ്ങാനാ? എല്ലാം പൂട്ടിയില്ലേ. റമ്മടിച്ചാ പുലിയെ പിടിക്കാൻ ഒരു ഉഷാറ് കിട്ടുമല്ലോ. എന്നാ നീ ഒരു കാര്യം ചെയ്, എവിടുന്നെങ്കിലും പോയിട്ട് തപ്പിക്കൊണ്ട് കൊടുക്ക്. നമ്മളെ ആവശ്യമായി പോയില്ലേ? ഞാനെവിടെ പോയി തപ്പാനാ നിങ്ങളീ പറയുന്നത്? നമ്മുടെ ബ്ലാക്കിൽ വെക്കുന്ന സുരേഷനെ പോലീസ് വെക്കില്ലേ? അതിനുശേഷം എന്റെ കാര്യം കട്ടപ്പോക. അല്ല, നമ്മളീ മെമ്പറാ 1-2 ദിവസം ഇവിടെ കണ്ടിട്ട് കാണുവായിട്ട് ആ പഹയം മുങ്ങിയിട്ടുണ്ടാവുക. അല്ല രവി, നീ എന്തോ ഇത്രക്കെല്ലാം ആലോചിക്കുന്നത്? അന്തൂക്ക, ഈ റമ്മിന്റെ കാര്യത്തില് ഇതുവരെ ഒരു തീരുമാനമായിട്ടാ. ഇനി റമ്മെന്ന് പറഞ്ഞ അയാള് എന്റെ ചോര ഊറ്റിക്കൊടിക്കുമെന്ന് എന്റെ പേടി. നീ വേവരാതിപ്പെടാതെ രവി, നമുക്ക് ആലോചിച്ചതിനൊരു പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരം? ഈ റമ്മെന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും കളർ വെള്ളം കലക്കി കൊടുത്താൽ മതിയാ? ഇതിന്റെ സങ്കടം നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. അവനെ കിട്ടി, ആ പുലിയെ. എവിടെയാ നശിച്ച പുലിയില്ലേ? ഇനി നിങ്ങൾക്ക് അവനെ കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഞാനവനെ മലങ്കാട്ടിൽ കൊണ്ടുവിടും. മരത്തിൽ കെട്ടിയിട്ടുണ്ട്. ഇപ്പൊ കാണുമ്പോ പഞ്ചപാപം.
ഇത് നമ്മളെ മെമ്പറല്ലേ, നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ച? ഇത്രയും കാലം ഇവൻ നിങ്ങളൊക്കെ പറ്റിച്ച് നടക്കുകയായിരുന്നു. രാത്രി ആവുമ്പോ ഇവൻ ഇറങ്ങും. എന്തിന്? അയ്യോ വൃത്തികെട്ടവൻ. അപ്പോ ദീപ ടീച്ചറെ കുളിസിയും കാണാൻ പോയത് ഈ പുലിയാണല്ലേ? അപ്പൊ ഞമ്മള് പീടിയും പൂട്ടിയിട്ട് വരുമ്പോ തെക്കേലെ കൃഷ്ണന്റെ വീട്ടിൽ കണ്ടതും ഈ പുലിയാണല്ലേ? ഞമ്മളെ മെമ്പർ ആളൊരു പുലിയാണ് കേട്ടാ. ചിരിക്കുപിറകിൽ മൂർച്ചക്കത്തികൾ ഒളിച്ചു വെക്കും കാലം, ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കും ചാപ്പന്മാരുടെ കാലം. ചിരിക്കുപിറകിൽ മൂർച്ചക്കത്തികൾ ഒളിച്ചു വെക്കും കാലം, ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കും ചാപ്പന്മാരുടെ കാലം. കലികാലം, ഇത് കലികാലം, കലികാലം, ഇത് കലികാലം.